ഹലോ, ഇന്നും നമുക്കൊരു ഹിന്ദു വെഡ്ഡിങ് ലുക്കാണ് കേട്ടോ. സ്ഥലം വരുന്നത് കോഴിക്കോട് തലക്കുളത്തൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ സാരി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. നല്ല സാരി ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ പ്ലീറ്റ്സൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ബ്രൈഡിൻ്റെ പേര് നേഹ എന്നാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ക്രിമ്പിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാനിവിടെ അയണിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സാരി സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാൽ കറണ്ട് എപ്പോഴാണ് പോവുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. ഇൻവെർട്ടർ കാര്യങ്ങളില്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ മാക്സിമം നല്ല പറ്റുന്ന രീതിയിൽ മാക്സിമം പ്ലീറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൾക്ക് സാരിയിൽ കുറച്ച് സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാരി ഉടുക്കുമ്പോൾ ഭയങ്കര ഒട്ടിയിരിക്കുന്ന രീതിയിൽ ഉടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ നല്ല തിന്നാണ്, അപ്പം കുറച്ചൊന്ന് തടി തോന്നുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സാരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ നെക്ക് സെറ്റ് ചെയ്തു. നെക്ക് ഫൗണ്ടേഷന് കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോഴേക്കും ഇവിടെ വള സെറ്റ് ചെയ്യുന്നുണ്ട് ഒരാൾ. അങ്ങനെ നമ്മൾ ജ്വല്ലറീസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെയറിലും 2 സജഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ഇതാണ് കേട്ടോ. പിന്നെ ഇത് മാറ്റി നമ്മൾ സാധാരണ പിന്നിടുന്ന പോലെ തന്നെ സെറ്റ് ചെയ്തു. പിന്നെ ബ്ലൗസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അയാൾ കൈ നല്ല ഷോർട്ടാക്കിയിട്ടാണ് കേട്ടോ. എപ്പോഴും ആ ഒരു കൈയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വെഡ്ഡിങ്ങിനും അതുപോലെ തന്നെ ഷോർട്ടായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഡിസൈൻ ചെയ്തിരിക്കുന്ന ആരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ല. അങ്ങനെ അവർക്ക് ഇൻസ്റ്റയൊന്നുമില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഡിസൈൻ ചെയ്തതും. പിന്നെ അങ്ങനെ നമ്മൾ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിവിടെ മെയിനായിട്ട് ഇന്ന് യൂസ് ചെയ്തിരിക്കുന്നത് നാഴ്സിൻ്റെ പ്രൊഡക്ട്സാണ്. നാഴ്സും ഷാർലറ്റ് ടിൽബറിൻ്റെ കുറച്ച് പ്രൊഡക്ട്സാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഫൗണ്ടേഷന് കാര്യങ്ങളൊക്കെ നാഴ്സാണ് കേട്ടോ. ഇത് നമ്മൾ ഷാർലറ്റ് ടിൽബറിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഗോൾഡ് ഒന്നും കൂടി നമ്മൾ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കളക്ഷൻസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഐ മേക്കപ്പും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫേസ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. എപ്പോഴും എനിക്ക് അതാണൊരു പെർഫെക്ഷനും പെട്ടെന്ന് സ്പീഡായിട്ട് ചെയ്യാനും പറ്റുന്നത്. അങ്ങനെ ഇതാണ് നമ്മൾ ബ്രൈഡിൻ്റെ ലുക്ക്. ഇനി കുറച്ച് മുല്ലപ്പൂവും കൂടെ വെക്കാനുണ്ട്. കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മുല്ലപ്പൂവും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ മിനുക്ക് പണികളും കൂടി ഉണ്ട്. അതും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. സാരീൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഹെയർ നമ്മൾ ഫ്രീ ഹെയർ ആയിരുന്നു കേട്ടോ ആദ്യം വിചാരിച്ചത്. അത് സെറ്റായില്ല. അപ്പോൾ നമ്മളിതാ ഈ ഒരു സ്റ്റൈലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് സാരി ട്രാപ്പിങ്. സാരി ട്രാപ്പിങ് നമുക്ക് അധികം വലിച്ചു കൊടുക്കാണ്ട് കുറച്ച് ലൂസാക്കിയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി. ഇതാണ് നമ്മളെ ബ്രൈഡിൻ്റെ പുറത്തു നിന്നുള്ള ലൈറ്റിലെടുത്ത വീഡിയോ കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.